ഹായ് കൂട്ടുകാരെ, ഇന്ന് പഞ്ചതന്ത്ര കഥകളിലെ ഭാഗം 2 ആപ്പൂരിയ കുരങ്ങൻ്റെ കഥയാണ് കേൾക്കുന്നത്. തുടർന്ന് ബാക്കി നമുക്ക് കേട്ടാലോ. ആപ്പൂരിയ കുരങ്ങൻ. ഒരു നഗരത്തിന് സമീപത്തായി ഒരു ക്ഷേത്രം പണിയുന്നതിന് നഗരവാസികൾ ഉത്സാഹത്തോടെ പരിശ്രമിക്കുകയായിരുന്നു. അതിനു വേണ്ട തടികൾ അറുക്കുന്നതിന് ഒരു സ്ഥലം ഏർപ്പാടാക്കിയിരുന്നു. അവിടെ കുറച്ചധികം ആളുകൾ തടി അറക്കുന്ന ജോലിയിൽ വ്യാപൃതരായിരുന്നു. നേരം ഉച്ചയായി. ആശാരിമാർ ഭക്ഷണം കഴിക്കുന്നതിനായി തയ്യാറെടുത്തു. പകുതിയിൽ അറുത്തു നിർത്തിയിരുന്ന തടിയുടെ പിളർപ്പിനിടയിൽ ആപ്പുവെച്ച് മുറുക്കിയിട്ട് അവർ ഭക്ഷണത്തിനായി പോയി. ആ സമയത്ത് സമീപ പ്രദേശത്തുള്ള വനത്തിൽ നിന്ന് കുറേ വാനരന്മാർ അവിടെ എത്തിച്ചേർന്നു. അവർ അനേകം കുറുമ്പുകൾ കാട്ടി ചാടുകയും മറിയുകയും പരസ്പരം ശണ്ട കൂടുകയും ചെയ്തു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ കൂടാതെ മാറി നിന്നിരുന്ന ഒരു കുരങ്ങൻ അറുത്ത തടിയിൽ വെച്ചിരുന്ന ആപ്പ് കൗതുകത്തോടെ വീക്ഷിക്കുകയും അതിൽ പിടിച്ച് ഇളക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇരിപ്പ് സുഖകരമാകുവാൻ തടിയുടെ പിളർപ്പിനിടയിലൂടെ വാൽ താഴേക്കിട്ടാണ് കുരങ്ങൻ ഇരുന്നത്. ബലമായി ഇളക്കിയപ്പോൾ ആപ്പ് ഊരി കുരങ്ങൻ്റെ കയ്യിലിരുന്നു. പക്ഷേ വാൽ പിളർപ്പിനടിയിൽ പെട്ടു ഞെരിഞ്ഞമർന്നു. പണിക്കാർ വന്നപ്പോൾ വാൽ കുടുങ്ങിയ കുരങ്ങനെയാണ് കണ്ടത്. തനിക്ക് യാതൊരു കാര്യലാഭവുമില്ലാത്ത അനാവശ്യമായ കാര്യത്തിൽ ഇടപെട്ട് വികൃതിത്തരം കാട്ടിയതിനാലാണ് ആ കുരങ്ങന് അങ്ങനെ സംഭവിച്ചത്. ആവശ്യമില്ലാതെ യാതൊരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. അതിന് മുതിർന്നാൽ അപകടമാകും ഫലം. കരടകൻ പറഞ്ഞ കഥ കേട്ടിട്ടൊന്നും ദമനകന് തൃപ്തിയായില്ല. ദമനകൻ പറഞ്ഞു, ചേട്ടാ, വെറും ആഹാരത്തിന് വേണ്ടി മാത്രമാണോ നാം സിംഹരാജാവിനെ സേവിക്കുന്നത്? അഷ്ടി കഴിയണമെന്ന് മാത്രമേ വിചാരമുള്ളൂവെങ്കിൽ നമുക്ക് പട്ടിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? ഏതെങ്കിലും ഭക്ഷണം കാണുമ്പോൾ പട്ടിയുടെ കോലാഹലം കണ്ടിട്ടില്ലേ? അടക്കം, ഒതുക്കം, ക്ഷമ, ആത്മവിശ്വാസം എന്നീ ഗുണങ്ങളൊന്നും അതിനില്ല. എന്നാൽ മറ്റു ചിലർ അപ്രകാരമല്ല. ആനയെ നോക്കൂ, എന്തെങ്കിലും തിന്നുവാൻ കൊടുത്താൽ അത് യാതൊരു സംഭ്രമവും കാണിക്കുന്നില്ല. അവൻ്റെ അതിഗംഭീരമായ നിൽപ്പും നോട്ടവും ഭാവവും എത്രമാത്രം ശ്രദ്ധേയമാണ്. ശ്രേഷ്ഠനായ പുരുഷനും അതുപോലെ തന്നെയായിരിക്കും. സകലരും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അന്യരെ ആശ്രയിക്കാതെ സ്വന്തം വിദ്യ കൊണ്ടും ശൗര്യം കൊണ്ടും ഉദരപൂരണം ചെയ്യുന്നവനാണ് മഹാശ്രേഷ്ഠൻ. എന്നാൽ ഒരു ജീവിക്ക് ഭക്ഷണം മാത്രം പോരാ, ഉത്കൃഷ്ടമായ അവദാനങ്ങളും നേടണം. അതുകൊണ്ട് നാം ബാലന്മാരാണെങ്കിലും നമ്മുടെ മഹാരാജാവിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുഃഖം പരിഹരിക്കുന്നതിന് നാം പരിശ്രമിക്കേണ്ടതാണ്. ഈ വേദാന്തങ്ങളെല്ലാം കേട്ടിട്ടും ജ്യേഷ്ഠന് യാതൊരു മാനസാന്തരവും ഉണ്ടായില്ല. വീണ്ടും ദമനകൻ ഇപ്രകാരം പറഞ്ഞു, ജ്യേഷ്ഠ, വിജയം വിഷമകരവും പരാജയം നിഷ്പ്രയാസവുമാണ്. ജീവിതത്തിൽ ഉയരുവാൻ പ്രയാസമാണ്, എന്നാൽ അധപതിച്ചു പോകുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആദർശയുക്തമായ ജീവിതം നയിക്കുന്നവൻ, ജനജീവിതത്തെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ഇപ്രകാരമുള്ള ധീരന്മാർ വളരെ വിരളമായിട്ടേ ഭൂമിയിൽ ജനിക്കാറുള്ളൂ. എത്ര തന്നെ ശക്തനായിരുന്നാലും തൻ്റെ ശക്തി വേണ്ടിടത്ത് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? കരടകൻ പറഞ്ഞു, നീ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. രാജാവിനെ സംബന്ധിച്ചിടത്തോളം നാം വെറും നിസാരന്മാരാണ്. യാതൊരുവിധ കഴിവുകളുമില്ലാത്ത നമ്മൾ ശ്രേഷ്ഠനായ രാജാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് നേട്ടമാണുള്ളത്? ഒരു രാജാവിൻ്റെ സവിധത്തിൽ അദ്ദേഹം ആവശ്യപ്പെടാതെ നാം നമ്മുടെ നയതന്ത്രജ്ഞത വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞാൽ അഭിനന്ദനങ്ങൾക്ക് പകരം ഒരുപക്ഷെ ലഭിക്കുന്നത് കടുത്ത ശിക്ഷയായിരിക്കും. നമുക്ക് പ്രയോജനം ലഭിക്കുമെന്ന് ഉത്തമ വിശ്വാസമുള്ളിടത്ത് മാത്രമേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറയാവൂ. അങ്ങനെയെങ്കിൽ എല്ലാവരാലും നാം പ്രശംസിക്കപ്പെടുന്നതാണ്. കരടകൻ്റെ അഭിപ്രായങ്ങൾ ശ്രവിച്ച് അസ്വസ്ഥനായ ദമനകൻ ശബ്ദമുയർത്തി പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൂടാ. ഒരാൾ എത്ര തന്നെ പ്രധാനിയായിരുന്നാലും അയാൾ രാജസേവ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലേ അയാൾക്ക് സമൂഹത്തിൽ ആദരവും അംഗീകാരവും ഉണ്ടാവുകയുള്ളൂ. അംഗീകാരം ഉണ്ടാകണമെങ്കിൽ പദവി ഉണ്ടായിരിക്കണം. പദവികളൊന്നുമില്ലാത്ത വ്യക്തിയെ ആരും ബഹുമാനിക്കുകയില്ല. ഉദാഹരണത്തിനായി ഒരു കാര്യം പറയാം. ഏറെ അധ്വാനിച്ചുവെങ്കിൽ മാത്രമേ ഒരു പാറക്കല്ലുരുട്ടി കുന്നിൻ്റെ മുകളിൽ കയറ്റാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അത് അവിടെ നിന്ന് താഴേക്ക് ഉരുട്ടിയിടുന്നതിന് ക്ഷണനേരം മാത്രം മതിയാകും. അതിന് അധ്വാനത്തിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല.
ഓരോരുത്തരും അവരവരിൽ കുടികൊണ്ടിരിക്കുന്ന ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്ന പക്ഷം വിജയം ഉറപ്പാക്കാൻ കഴിയും. അവിവേകിക്ക് കഷ്ടപ്പാടുകളും വിവേകിക്ക് വിജയവും കൈവരാൻ കഴിയുന്നത് അവരവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. കരടകൻ പറഞ്ഞു, അതെല്ലാം ശരി തന്നെ. എന്നാൽ ഈ കാര്യത്തിൽ നാം എന്തു ചെയ്യുവാനാണ് നീ ഇപ്പോൾ ആലോചിക്കുന്നത്? നമ്മുടെ സ്വാമി പിംഗള മഹാരാജാവ് ഇപ്പോൾ വളരെ സംഭ്രാന്തകനാണ്. ഈ വിധ കാര്യങ്ങളെല്ലാം നീ എങ്ങനെയാണ് അറിഞ്ഞത്? കരടകൻ ചോദിച്ചു. അതിനാണോ പ്രയാസം? മൃഗങ്ങളെ ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്തിയാൽ അവ ഓരോ കാര്യവും എളുപ്പം മനസ്സിലാക്കിക്കൊള്ളും. ആന, കുതിര, കഴുത മുതലായ മൃഗങ്ങളെല്ലാം തന്നെ കൂടുതൽ ജോലിയെടുക്കുന്നത് അവയെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഈ മാർഗം തന്നെയാണ് ഞാനും പ്രയോഗിച്ചത്. മറ്റ് മൃഗങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഊഹങ്ങളും ഇക്കാര്യത്തിലേക്ക് തന്നെ എന്നെ നയിച്ചു. വർത്തമാനകാലത്ത് നടക്കുന്നവയും ഭാവിയിൽ നടക്കാനിരിക്കുന്നവയുമായ സംഭവങ്ങൾ ഊഹിച്ചറിഞ്ഞ് കൃത്യമായി പ്രവചിക്കാൻ പണ്ഡിതനായ ഒരു വ്യക്തിക്ക് കഴിയും. ഊഹം എന്ന് പറയുന്നത് സ്വന്തം ബുദ്ധി കൊണ്ടുണ്ടാകുന്ന കഴിവാണ്. എന്തായാലും ഭയാകുലനായി കഴിയുന്ന നമ്മുടെ മൃഗരാജാവിനെ ഞാൻ സമീപിക്കുന്നതാണ്. എൻ്റെ ബുദ്ധി വൈഭവം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഭയം അകറ്റുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ദമനകൻ പറഞ്ഞു. നിനക്ക് സേവാശീലമുള്ളതായി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ എപ്രകാരമാണ് അദ്ദേഹത്തെ പാട്ടിലാക്കി എടുക്കുന്നത്? കരടകൻ ചോദിച്ചു. ആ പറഞ്ഞത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഞാൻ സേവനകർമ്മം ശരിക്കും വശമാക്കിയിട്ടുള്ളവനാണ്. ഫലഭൂയിഷ്ടമായ ഈ ഭൂമിയിലെ ഐശ്വര്യങ്ങൾ ശരിയാം വണ്ണം ആസ്വദിക്കുന്നത് ധീരന്മാരും വിദ്യാസമ്പന്നന്മാരും സേവന തൽപരരുമാണെന്ന് കേട്ടിട്ടില്ലേ? കർമ്മനിരതന് തടസ്സം ഒരു പ്രശ്നമാവുകയില്ല. സാമർഥ്യമുള്ളവന് ഏതൊരു ജോലിയും ഭാരമായി തോന്നുകയില്ല. വിദ്വാന് ഏതൊരു നാടും പിറന്ന നാടിന് തുല്യമാണ്. സ്നേഹസമ്പന്നനായ ഒരാൾക്ക് എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാനാണ്? ദമനകൻ ചോദിച്ചു. കരടകൻ വീണ്ടും പറഞ്ഞു. ഒരു പക്ഷേ നിന്റെ ഇടപെടൽ അനവസരത്തിലാണെങ്കിൽ യജമാന് ഇഷ്ടക്കേടുണ്ടായേക്കാൻ ഇടയുണ്ട്. ദമനകൻ വീണ്ടും പറഞ്ഞു. അത്തരമൊരു പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. സഹായത്തിനായി അന്യജീവി അരികിലുണ്ടായിരിക്കണമെന്നാഗ്രഹിക്കുന്ന മൃഗമാണ് സിംഹം. രാജാക്കന്മാരുമായി എപ്പോഴും ഇടപഴകുന്ന ബുദ്ധിമാന് അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഒരുവൻ വിദ്യാശൂന്യനോ വിവരദോഷിയോ കുലമഹിമ ഇല്ലാത്തവനോ ആയിക്കൊള്ളട്ടെ, നിരന്തരമായ സമ്പർക്കം കൊണ്ട് അവനോട് രാജാവിന് പ്രതിപത്തി തോന്നുന്നതാണ്. മാത്രവുമല്ല, ബുദ്ധിമാനായ ഒരുവന് എതിര് പറയുന്ന രാജാവിനെ പോലും തൻ്റെ ചാതുര്യം കൊണ്ട് വശത്താക്കുവാൻ കഴിയുന്നതാണ്. കരടകൻ വീണ്ടും പറഞ്ഞു. കാര്യം ശരി തന്നെയാകാം. ഈ അവസ്ഥയിൽ അവിടെ ചെന്ന് രാജാവിനോട് എന്തു പറയുവാനാണ് നീ ഉദ്ദേശിക്കുന്നത്? ദമനകൻ പറഞ്ഞു. ഒന്നും കാലേ കൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. നല്ല ചോദ്യങ്ങളിൽ കൂടി അനുയോജ്യമായ ഉത്തരങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അഭിലഷണീയം. ഒരു കാരണവശാലും അനുയോജ്യമല്ലാത്ത വാക്കുകൾ ഞാൻ പറയുകയില്ല. കാലദേശ സമയാദികൾ അനുകൂലമെങ്കിലും വിവരദോഷികളോടും നിർഗുണന്മാരോടും സംസാരിക്കുന്നത് ഉചിതമാവുകയില്ല. ജീവിതവൃത്തിക്ക് സഹായകരമാകുന്നതും സജ്ജനങ്ങൾ അംഗീകരിക്കുന്നതുമായ ഗുണവിശേഷങ്ങളാണ് ബുദ്ധിമാന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. കരടകൻ പറഞ്ഞു. പൊതുവിൽ പറയുകയാണെങ്കിൽ രാജാക്കന്മാർ ദുർഗുണന്മാരും എല്ലായ്പ്പോഴും ഒരു പറ്റം ദുഷ്ടന്മാരാൽ സേവിക്കപ്പെട്ടു പോരുന്നവരും ഭോഗതൽപരരും മുഖസ്തുതിയിൽ സംപ്രീതരാവുന്നവരുമായിരിക്കും. ദുഷ്ടന്മാരാൽ ആരാധിക്കപ്പെട്ടു പോരുന്നവരുമായ രാജാക്കന്മാർ വിഷസർപ്പങ്ങളെപ്പോലെ അപകടകാരികളാണ്. അവരെ വിശ്വസിക്കുന്നതും അവരുമായി ഇടപഴകുന്നതും വളരെ സൂക്ഷിച്ചായിരിക്കണം. ദമനകൻ വീണ്ടും പറഞ്ഞു. അത് വാസ്തവം തന്നെ. എങ്കിലും അപ്രകാരമുള്ള രാജാക്കന്മാരെ സേവിച്ചു പോരുന്നതും വിഷതുല്യമായ മദ്യം അകത്താക്കുന്നതും നല്ല വൈദഗ്ധ്യമുള്ളവർ തന്നെയാണല്ലോ. വ്യത്യസ്തമായ ഗുണങ്ങളും അഭിരുചികളും അറിഞ്ഞു പെരുമാറുന്നവൻ എളുപ്പത്തിൽ രാജാവിൻ്റെ സ്നേഹം നേടിയെടുക്കുവാൻ കഴിവുള്ളവനായിരിക്കും. മുഖസ്തുതികളിൽ കൂടിയും രാജാവിന് പ്രിയമായവരെ സ്നേഹിച്ചും ശത്രുക്കളെ നിന്ദിച്ചും അദ്ദേഹത്തിൻ്റെ ദാനധർമ്മങ്ങളെക്കുറിച്ച് സ്തുതി പാടിയും നേടിയെടുക്കുന്ന പ്രീതിയെയാണ് വശീകരണ മന്ത്രം എന്ന് പറയുന്നത്. അത് വാസ്തവത്തിലുള്ള ഒരു മന്ത്രമല്ലെങ്കിലും അതിനെ ബുദ്ധി കൊണ്ട് നേടിയെടുക്കാവുന്ന മന്ത്രമെന്ന് പ്രകീർത്തിക്കാവുന്നതാണ്. കരടകൻ പറഞ്ഞു. നിന്റെ അഭിപ്രായം ഇത്രമാത്രം ഉറച്ചതാണെങ്കിൽ പോയി വരിക. നിനക്ക് സർവ്വമംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ദമനകൻ അല്പനേരം എന്തോ ആലോചിച്ചു നിന്നിട്ട് നിശ്ചയദാർഢ്യത്തോടെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് യാത്ര തിരിച്ചു. ദമനകനും സിംഹവും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്ത പാട്ടിൽ ദമനകനും സിംഹവും എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ നമുക്ക് കേൾക്കാം. ബൈ.